देवी मम परितापमधुनीके इहलोक शुभमेघु वरदे लक्ष्मी जय देवी मम परितापमधुनीके इहलोक शुभमेघु वरदे സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ രണ്ട് മനം തമ്മിലിഴ ചേർന്നൊരു പിസ ഒട്ടി ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തല് രസ ചിരിയാലെ മൊഴിയാലെ പകലായി നിശ ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ വേഗത്തിൽ മായുന്നിതോരോ ദശ എന്നെന്നും ഇതുപോലെ ഒന്നായി വസ ഉണ്മ കൊണ്ടും നന്മ കൊണ്ടും പന്തലിട്ട മനസ കണ്ണീരുട്ടിൽ മുന്നടക്കാൻ കൂട്ടു നിന്റെ കൊലുസ ചങ്ങാത്ത മേഘങ്ങൾ പെയ്തു മഴ വീണ്ടും മുഴുക്കായി എന്നിൽ പുഴ ഇരുളിന്റെ അലയാഴി തുഴയാൻ തുഴ ചിതലാർന്നു പൊടിയാത്ത കനിവിന്നിഴ ചങ്ങാതി നീയാണു വഴിയിൽ തുണ മങ്ങാതെ നീയാണു മിഴിയിൽ തുണ लक्ष्मी जय देवी मम परितापमधुनीके इहलोक शुभमेघु वरदे लक्ष्मी जय देवी എടുത്തെറിഞ്ഞപ്പോൾ തകരാതെ രക്ഷപ്പെട്ട ഒരൊറ്റ തേര് മണലിൽ മുഖം പൂത്തി തെളിഞ്ഞു കിടന്നു. I should inform thee further, lend thy hand and pluck my magic garment from me. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, ഒത്തിരി പേര് വായിച്ചിട്ടും ഉണ്ടായിരിക്കും. ഒരു റീസെൻ്റ് ഒരു മലയാള സാഹിത്യത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് KR മീരയുടെ. സൗഹൃദമിതെന്നും ഒരു സുന്ദര കിസ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദിവസവും ഒരു എക്സസൈസ് പോലെ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഇപ്പം ഞാൻ വായിക്കുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. ഇതെൻ്റെ മോന് വേണ്ടിയിട്ട് രാത്രി വായിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു എക്സസൈസ് പോലെയാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗം ഉണ്ണിക്കുട്ടൻ്റെ ലോകം നന്ദനാർ. ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ രാവിലെ ഉറക്കമുണർന്നത്. ഒരു നിമിഷം ചുറ്റും നോക്കി കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ്റെ കൊച്ചു ഹൃദയം അവൻ കണ്ട സ്വപ്നലോകത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. എന്തായിരുന്നു അവൻ കണ്ട സ്വപ്നം? കട്ടിയുള്ള ഇളം നീല തുണി കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കൂടാരം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ HOD സിഗ്മ ടീച്ചറിനും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനൊരു പെർമിഷൻ ചോദിച്ചപ്പോൾ അത് അപ്പം തന്നെ ഞങ്ങൾ പെർമിഷൻ തന്ന പ്രിൻസിപ്പൽ രമേശ് സാറിനും ആദ്യമായിട്ട് നന്ദി പറയുവാണ്. ആകാശത്തിലേക്ക് ഉയർന്നു നിന്നു തീർത്ഥാടകരുടെ വിശ്വാസം. All getting ready for bed that Olivia told me what has been talking. വഴിയിൽ തുണ മങ്ങാതെ നീയാ അനിയനുണ്ട് എന്ന് പറയുന്നത് ചമ്മലുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നോട് പുള്ളിക്ക് സംസ്ഥാനത്തിലെ ദ്വീപ് നഗരമായ രാമേശ്വരത്തെ ഒരു ഇടത്തരം തമിഴ് കുടുംബത്തിലാണ്. ലക്ഷ്മി ജയ ദേവി മമ പരിതാപമധുനീകേ കുറിച്ച കുറച്ച് അക്ഷരങ്ങൾക്ക് എൻ്റെ ആദ്യ പുസ്തകത്തിന് നിങ്ങളുടെ മുറിയിലെ മേശപ്പുറങ്ങളിലും നിങ്ങളുടെ നെഞ്ചിനകത്തെ ഹൃദയത്തിലും ഇരിക്കുവാൻ ഇടമൊരുക്കിയതിന് വീണ്ടും ചില കുത്തിക്കുറിക്കലുകളാണ്. ആദ്യ പുസ്തകത്തിന്റെ എഴുത്തുപുരയിൽ ഇരിക്കവേ ഞാൻ തികച്ചും ഒരു അജ്ഞാത